MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മകളെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ കുടുംബം വിഷമിക്കുന്നത് കാണുവാൻ പോലീസിനോട് സന്ധ്യ. എറണാകുളത്തെ 4 വയസ്സുകാരി കല്യാണിയെ അമ്മ സന്ധ്യ കൊലപ്പെടുത്തിയത് ഭർത്തൃകുടുംബം വിഷമിക്കുന്നത് കാണുവാനുള്ള ആഗ്രഹം കൊണ്ടെന്ന് പോലീസ്. ഭർത്താവ് സുഭാഷിന്റേത് ആൺമക്കൾ കൂടുതലുള്ള കുടുംബമാണ്. കല്യാണിയെ കുടുംബത്തിലെ എല്ലാവരും സ്നേഹിച്ചത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സുഭാഷിന്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, പരാതിയുമായി മുന്നോട്ടു പോകും, ഉപജീവനമാർഗം തകർത്തു ബിന്ദു. വ്യാജമോഷണ പരാതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന ബിന്ദു. തന്നെ മാനസികമായി തകർത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയുണ്ടെന്നും 3 പോലീസുകാരാണ് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചതെന്നും ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ തന്നെ വേദനിപ്പിച്ചത് ASI പ്രസന്നനാണെന്ന് ബിന്ദു പറഞ്ഞു. ഒരാൾക്കും കൂടി നടപടിയെടുക്കണം, എന്നാലേ തനിക്ക് തൃപ്തിയുണ്ടാകൂ എന്നും ബിന്ദു വ്യക്തമാക്കി. മുൻവൈരാഗ്യം. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. തുമ്പ മൺതുടി സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. തുമ്പ മൺതുടി കാരറക്കുന്നിന് സമീപമാണ് സംഭവം. മുൻവൈരാഗ്യത്തെ തുടർന്ന് 5 പേർ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. സംസ്ഥാനത്ത് നദികളിൽ നിന്നും മണൽ വാരൽ പുനരാരംഭിക്കുന്നു. ILDM സമർപ്പിച്ച SOPക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി. സംസ്ഥാനത്ത് 9 വർഷത്തിന് ശേഷം വീണ്ടും നദികളിൽ നിന്നും മണൽ വാരൽ പുനരാരംഭിക്കുന്നു. ILDM സമർപ്പിച്ച SOPക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. സാൻഡ് ഓഡിറ്റിംഗിൽ 11 ജില്ലകളിലായി ഒഴുകുന്ന 17 നദികളിൽ നിന്നും മണൽ വാരാനാണ് ശുപാർശ നൽകിയത്. നെടുമങ്ങാട് അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു, ശരീരത്തിലെ എല്ലുകൾ പൊട്ടിയ നിലയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടയിൽ അമ്മയെ മകൻ ചവിട്ടിക്കൊലപ്പെടുത്തി. നെടുമങ്ങാട് സ്വദേശി ഓമനയാണ് കൊല്ലപ്പെട്ടത്. മകൻ മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. മകൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അമ്മയുടെ ശരീരത്തിലെ എല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു. ED ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസ്. മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ചും അന്വേഷണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ചും വിജിലൻസിന്റെ വിശദമായ അന്വേഷണം. ബൊഹ്റ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പങ്കാളിത്തമാണ് പരിശോധിക്കുന്നത്. കൈക്കൂലി പണം നിക്ഷേപിക്കുവാൻ പരാതിക്കാരനോട് പ്രതികൾ ആവശ്യപ്പെട്ടത് ഈ സ്ഥാപനത്തിന്റെ മുംബൈയിലെ അക്കൌണ്ടിലായിരുന്നു. സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനം. തദ്ദേശ പൊതുമരാമത്ത് മന്ത്രിമാർ തമ്മിൽ ഭിന്നത. ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഭിന്നതയെ തുടർന്നെന്ന് സൂചന. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷിനെ പ്രചാരണ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയോട് പരാതി അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും ഫ്ലെക്സുകളും പത്രപരസ്യങ്ങളുമാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത്. അന്ന് വാജ്പേയി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുവാനുള്ള കാരണം രാജീവ് ഗാന്ധി. ഇന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മദിനമാണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിയിലേക്കുള്ള ധീരമായ ചുവടുവയ്പുകൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഇന്ത്യയിൽ ഭീകരവാദ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു. രാഷ്ട്രീയം മാറ്റിവച്ചാണ് രാജീവ് പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നത്. ജനാധിപത്യത്തിൽ ആശയങ്ങൾ പലതുണ്ടാകും, പക്ഷേ ആത്യന്തികമായി മനുഷ്യസ്നേഹത്തിൽ ഊന്നിയാകണം എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. 1984 ഒക്ടോബർ മുതൽ 1989 ഡിസംബർ 2 വരെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.